എല്ലാവർക്കും നമസ്തേ. ശ്രീനാരായണ ഗുരുവിൻ്റെ 170-ാം തിരുജയന്തിയാണ് ഇന്ന്. ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രീനാരായണീയ ഭക്തർക്കും തിരുജയന്തി ആശംസകൾ നേരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന വിളംബരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന ലോക സർവമത സമ്മേളനത്തിൻ്റെയും ശ്രീനാരായണ ധർമ്മം രചിക്കപ്പെട്ടതിൻ്റെയും എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിക്കൊണ്ടും ഗുരുദേവ അനുഗ്രഹത്താലും ആശീർവാദത്താലും ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും മഹാകവി കുമാരനാശാൻ വിട പറഞ്ഞതിൻ്റെയും ശതാബ്ദി സംഗമിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ തിരുജയന്തി. എന്നാൽ വയനാടിന് സംഭവിച്ച മഹാവിപത്തിൻ്റെ ആഘാതത്തിലാണ് നമ്മളെല്ലാവരും. എല്ലാ വർഷവും വളരെ ആഘോഷപരമായിട്ടാണ് നമ്മൾ ഗുരുദേവ ജയന്തി കൊണ്ടാടാറ്. എന്നാൽ ഈ വർഷം വയനാടിൻ്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേർന്നുകൊണ്ട് എല്ലാ ആഘോഷ പരിപാടികളും മാറ്റിവെച്ച് ഈ വർഷം പ്രാർത്ഥനാപരമായിട്ട് കൊണ്ടാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വയനാടിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങിയ സൈനികർക്കും പോലീസ്, ഫയർഫോഴ്സ്, ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ലോകമെമ്പാടുമുള്ള ഒരുപാട് സഹായഹസ്തവുമായി എത്തിയ ജനങ്ങൾ, എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഈ അവസരത്തിൽ അവരെല്ലാം പ്രശംസിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ കൈകോർത്ത് പിടിച്ച ഒരുപാട് ജനതകൾ. ഗുരു ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നായിട്ട് നിൽക്കുക എന്നത്. ഈ ഗുരുദേവ ജയന്തിയിൽ നമ്മുടെ മുഖ്യമായ ലക്ഷ്യം പ്രകൃതി സംരക്ഷണം തന്നെയായിരിക്കട്ടെ. ഒരു മരം മുറിക്കുമ്പോൾ ഒരു തൈ നടാനും പ്രകൃതിയും ജലവും എല്ലാം പാഴാക്കാതെ എല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ഒരു ലക്ഷ്യം മനുഷ്യരിൽ നിന്നുണ്ടായിരിക്കട്ടെ. ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു മരം നടുമ്പോൾ തണലുമായി ഫലവുമായി എന്ന്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ പക്ഷി മൃഗാദികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. മഹാപ്രളയത്തെ അതിജീവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം അവർക്ക് വന്ന വിപത്ത് അതിനൊക്കെ എത്രയോ മേലെയാണ്. അപ്പോൾ ഈ വർഷത്തെ ഗുരുദേവ ജയന്തിയിൽ പ്രകൃതി സംരക്ഷണം ഒരു മഹാലക്ഷ്യമായിട്ട് വീടുകളിൽ ഒരു തൈ നടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒരു അന്ധകാരത്തിലാണ്ടുപോയ ഒരു വലിയ ജനസമൂഹത്തിന് വെളിച്ചത്തിലേക്ക് നയിച്ച മഹാഗുരുവിനെ ഇന്നും ഒരുപാട് പേര് അറിയാതെ പോകുന്നു. അറിയുമ്പോഴാണ് കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ടാണ് മഹാകവി കുമാരനാശാൻ ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരായികിൽ അന്ധത്വമൊഴിച്ചാതി മഹസിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരായിക എങ്ങനെയാ? അന്വേഷിക്കുകയാണെങ്കിലാണ് സത്യം കണ്ടെത്താൻ സാധിക്കുന്നത്. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് ബൈബിളിൽ പറയുന്നില്ലേ? അതുപോലെ തന്നെയാണ് അന്വേഷിക്കുക. അന്വേഷിക്കുമ്പോഴാണ് സത്യം കണ്ടെത്താൻ സാധിക്കുന്നത്. സത്യം എപ്പോഴും മൂടപ്പെട്ട് കിടക്കും. അതുകൊണ്ടാണ് ആശാൻ പറഞ്ഞത്, ആരായെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ ആ നേരാം വഴി കാണിച്ചു തന്ന ഭഗവാൻ ആരാണ്? മഹാഗുരു തന്നെയാണ് എന്ന് ആശാൻ വ്യക്തമായി പറയുന്നുണ്ട്. ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ഗൃഹസ്ഥ ശിഷ്യനും കൂടിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, എൻ്റെ യുക്തിവാദം വേണമെങ്കിൽ ഞാൻ മാറ്റിവെക്കാം, എന്നാൽ അങ്ങയോടുള്ള ഭക്തി എനിക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല. സഹോദരൻ അയ്യപ്പൻ്റെ ഭക്തി ഗുരുവിൻ്റെ സമാധി ഗാനത്തിൽ വ്യക്തമാണ്. ജരാരുജാമൃതി എന്ന് പറയുന്നത്. അത് പഠിച്ചാലാണ് ഗുരു ആരായിരുന്നു എന്ന് വ്യക്തമായിട്ട് ആ സഹോദരൻ അയ്യപ്പൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ആ ഭഗവാൻ ഗുരു തന്നെയായിരുന്നു എന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യവും വ്യക്തമായി പഠിക്കുകയും അറിയുകയും ചെയ്യുമ്പോഴാണ് അതിന് നമുക്ക് പറയാനും പറഞ്ഞു കൊടുക്കാനും ഒരു പ്രാപ്തിയാകുന്നത്. യുക്തിപരമായ ഒരുപാട് പേര് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. യുക്തിപരമായി ചിന്തിക്കുന്നതിനെ ഗുരു പറയുന്നത് ഇങ്ങനെയാണ്: പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അല്ലവത് കണ്ട് അലയാതെ അലഞ്ഞിടണമെന്ന്. യുക്തി എങ്ങനെയാ? അവരുടെ ചിന്താഗതി ഈ
മറ്റുള്ളതിനെ ന്യായീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിരിക്കും. അതിന് സത്യം കുറവായിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് വാദിക്കാൻ സാധിക്കില്ല. അതാണ് ഗുരു പറയും, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന്. യുക്തിവാദികളോട് നമുക്ക് വാദിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒന്നല്ല, അറിവിലൂടെ സത്യത്തെ കണ്ടെത്തുകയാണ് വേണ്ടത്. ഗുരു ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. നമ്മളും ദൈവവും വേറെയല്ല. ആ ദൈവത്തെ കണ്ടെത്തലാണ്, നമ്മളിലുള്ള ഈശ്വരനെ കണ്ടെത്തലാണ് ജീവിതം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സുഖമായി ജീവിക്കാനാണ്. ഗുരു ദൈവോപനിഷത്ത് എന്ന സർവമത പ്രാർത്ഥനയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ വരി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അപ്പം എന്താണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും അവരവരുടെ സുഖമാണ് ആഗ്രഹിക്കുന്നത്. ആ സുഖം എങ്ങനെയാണ് ലഭിക്കുക? നമ്മൾ വിചാരിക്കണം. ഒരു വ്യക്തി മോശമാകണമെങ്കിലും നല്ലതാവണമെങ്കിലും അവനും വിചാരിക്കണം. അവൻ കാരണം ഞാൻ തെറ്റായി എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. നമ്മൾ തന്നെയാണ് നല്ലത് കണ്ടെത്തേണ്ടതും മോശം കാര്യത്തിലേക്ക് പോകുന്നതും. ശരി കണ്ടെത്തേണ്ടത് അവനവൻ തന്നെയാണ്. നമ്മളിലുള്ള ഈശ്വരതയെ കണ്ടെത്തുക എളുപ്പമല്ല, വളരെ പ്രയാസമാണ്. അമ്പലത്തിലായാലും പള്ളികളിലായാലും നമ്മൾ എന്താണ്, നമ്മളിലുള്ള ഈശ്വരീയതയെ ഒന്നുകൂടി പരിപോഷിക്കാനാണ് ഈ ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം. ഇത് പറഞ്ഞ ഏറ്റവും വലിയ കാര്യമാണ് എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുകയും അതിനതിൻ്റേതായ പരിശുദ്ധി നൽകുകയും ചെയ്യുക എന്നത്. ഗുരുവിന് ഏറ്റവും അടുത്ത ഒരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വേറെ മതക്കാരനാണ്. പക്ഷേ അദ്ദേഹം ചോദിച്ചു, ഞാൻ മതം മാറട്ടെ എന്ന് ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി. ഗുരു പറഞ്ഞു, വേണ്ട, എല്ലാ മതങ്ങളും എനിക്ക് സമാനമാണ്. ഒരു മതത്തെയും നിന്ദിക്കുകയോ, അതിനതിൻ്റേതായ പരിശുദ്ധിയും അതിൻ്റേതായ മഹത്വവുമുണ്ട്. എല്ലാ മതത്തെയും അറിയാനും പഠിക്കാനും ശ്രമിക്കാം. ഈ ഗുരുദേവ ജയന്തിയിലെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളെയും അറിവിലേക്ക് ജീവിക്കാൻ, പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോകാതെ മറ്റുള്ള അറിവുകളെ കണ്ടെത്താനും പഠിക്കാനും ഓരോ കുഞ്ഞുമക്കളെയും പ്രാപ്തരാക്കാൻ എല്ലാ മാതാപിതാക്കൾക്കും കഴിയണം. ഗുരു ഉദ്ദേശിച്ച അസമത്വം, മനുഷ്യൻ തമ്മിലുള്ള ഏകത, അത് തിരിച്ചറിയാൻ ഇനി വൈകരുത്. വളരുന്ന തലമുറയ്ക്ക് മതചിന്തയല്ല നമ്മൾ വളർത്തേണ്ടത്, മനുഷ്യത്വമാണ്. ഒരു മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി എന്നാണ് ഗുരു ഉദ്ദേശിച്ചത്. ഗുരുവിൻ്റെ 63ഓളം വരുന്ന കൃതികൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ നല്ലതാവുക, എന്നാൽ മാത്രമേയാണ് നമുക്ക് ആത്മസുഖം ലഭിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും ആത്മസുഖം, ഈ ഭൂമിയിൽ അല്ലലും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ കടന്നു പോകണം. എങ്ങനെയാണ് സാധിക്കുക? മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും നോക്കി നടന്ന് അതിനൊക്കെ സാധിക്കുമോ? ഇല്ല. നല്ല രീതിയിൽ ജീവിക്കുക. ഗുരുവിൻ്റെ ഓരോ കൃതികളും പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുദേവ ജയന്തി ആശംസിക്കുന്നു. അതോടൊപ്പം ഗുരു പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിയാനും ശ്രമിക്കുക. പരിസ്ഥിതി സംരക്ഷണം ഒരു വലിയ ലക്ഷ്യമാക്കി മുന്നോട്ട് വെച്ച് ഓരോ വീടുകളിലും ഒരു തൈയെങ്കിലും നടാൻ ശ്രമിക്കുക. ഗുരുദേവൻ പറഞ്ഞ പല കാര്യങ്ങളും, പല അനാചാരങ്ങളും ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ നല്ലൊരു നാളേക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വയനാടിൻ്റെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഗുരുദേവ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. അറിവും ശ്രീ ഗുരു, അറിഞ്ഞതും ഗുരു, അറിവാനുള്ളതും ശ്രീ ഗുരു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.